सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। ओम ब्रह्मानंदरसानुभूतिकलितै पूतै सुशीतै सिरै युष्मद्वाक्खलशोज्झितै श्रुतिसुखै वाक्यामृतै सेचय सन्दप्तं भवतापदावदहनज्वालाभिरेनं प्रभो धन्यास्ते भवदीक्षणक्षणगते പാത്രീകൃതാ സ്വീകൃതാഃ. ഉദ്ഘാടനത്തെ ശോഭായമാനമാക്കുന്നത് ദീപം പ്രോജ്വലിപ്പിക്കപ്പെടുമ്പോഴാണ്. ശോഭായമാനമാക്കുന്നത് ദീപപ്രോജ്വലനം ആണ് എന്ന് പറയാം. ഇതുപോലെ ജീവിതത്തിലും ഒരു ദീപം ജ്വലിക്കുന്നുണ്ട് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിക്കുന്നു. കൊളുത്തേണ്ട കാര്യമില്ല, അനാദിയാണ്. കെട്ടുപോകുമോ എന്ന് പേടിക്കേണ്ട, അനന്തമാണ്. ആകെ നമുക്ക് ചെയ്യാനുള്ളത് അത് കണ്ട് തൊഴുക എന്നുള്ളതാണ്. ആ വിഷയത്തിൽ പരാജയപ്പെട്ടാൽ ജീവിതം നിരർത്ഥകം ആവും. ഗുരുദേവ് പറയുന്നത് മനുഷ്യന്റെ എല്ലാ ഗതിവിഗതികളെയും ചേഷ്ടകളെയും ചിന്തകളെയും അറിഞ്ഞുകൊണ്ട് ജ്വലിക്കുന്ന ദീപത്തെക്കുറിച്ചാണ്. ഈ ദീപം ഒരിക്കലും ഉദിച്ചതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പൊലിഞ്ഞു പോവുകയും ഇല്ല. ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതുമിതൊക്കെയുമുറ്റു പാർത്തു നിൽക്കും. വിലമതിയാത വിളക്കുതിക്കയും പിൻ പൊലികയുമില്ലതു കണ്ടുപോയിടേണം. ദീപാരാധന തൊഴുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കൊളുത്താതെ അനാദിയായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന, എണ്ണവറ്റി കെട്ടുപോകാത്ത, അനന്തമായി പ്രകാശിക്കുന്ന ആ ദീപത്തെ കണ്ടുപോയിടേണം. അങ്ങനെ ഒരു ദീപത്തെ തിരിച്ചറിഞ്ഞ് തൊഴാൻ കഴിയുന്നവൻ ജന്മസാഫല്യം നേടി. അല്ലാത്തവർ കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, അത്ര തന്നെയുള്ളൂ. ഈ അടുത്ത് ഒരു പണ്ഡിതൻ സ്വാമിക്ക് പറഞ്ഞു തരുമായിരുന്നു, വൃക്ഷങ്ങളെ 4 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബാഹ്യസാരം ഉള്ളത്, അന്തസ്സാരം ഉള്ളത്, സർവസാരം, അസാരം. 4 പ്രകാരത്തിലാണ് അത്ര വൃക്ഷങ്ങൾ. ഇതില് ബാഹ്യസാരം പുറത്താണ് കട്ടിയുള്ള ഭാഗം, അകത്തൊക്കെ ചോറ, തെങ്ങ്.
പൊതുവെ വൃക്ഷങ്ങൾ പുറത്ത് വെള്ളയും അകത്ത് കാതലുമുള്ളതാണ്. ഇവിടെയൊക്കെ അങ്ങനെ പ്രയോഗം ഉണ്ടെന്നറിയില്ല. കരിവീട്ടിയുടെയൊക്കെ കാതല്, ചന്ദനത്തിൻ്റെ കാതൽ, അതാണ് കേമം എന്നാ വെച്ചിരിക്കുന്നത്. അകത്ത് സാരം. ഇനി ചില വൃക്ഷങ്ങളൊക്കെ സർവസാരങ്ങളാണത്രേ. ചില തേക്കുകളൊക്കെ ഉണ്ട് എന്നാ. അതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ ഗുണമേന്മയുള്ളതാണ്. ഇനി അതിനെ വൃക്ഷം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അസാരം. ശങ്കര ഭഗവത്പാദർക്ക് വളരെ പ്രിയങ്കരമായ ഒരു പ്രയോഗമാണെന്ന് തോന്നുന്നു. പ്രപഞ്ചത്തെ കുറിച്ച് പറയാൻ അവസരം കിട്ടുമ്പോഴൊക്കെ കദളി സ്തംഭവത് അസാരഃ എന്ന് പ്രയോഗിക്കുന്നത് കാണാം. കദളി സ്തംഭം എന്ന വാക്കിന് ഉണ്ണിക്കാമ്പ് എന്നാണ് അർത്ഥം. വാഴയാണ് അസാരമായ വൃക്ഷം. അതിൽ സാരമായിട്ട് ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ ഉണ്ണിക്കാമ്പൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് പണിത്തരൊന്നും സാധിക്കില്ല. എങ്കിലും ഈ ശബരിമല ആ ഒരു തീർത്ഥാടന കാലത്ത് പല സ്ഥലത്തും അയ്യപ്പൻ വിളക്കൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഈ വാഴയുടെ ഉണ്ണിക്കാമ്പും അതുപോലെ മറ്റ് പോളകളും ഒക്കെ വെച്ചിട്ട് കമനീയമായി ക്ഷേത്രങ്ങളൊക്കെ ആളുകൾ ഉണ്ടാക്കും. ആ കരവിരുതിനെ തൊഴാം. പക്ഷേ കലാരൂപത്തിന് അധിക കാലം നിലനിൽപ്പില്ല. അതും കൂടി ഗൗനിക്കണം എന്ന് പറയാം. ഇപ്പം നമ്മുടെ ഈ അനുഭവവേദ്യമായ ലോകത്തെ കുറിച്ച് പറയുമ്പോൾ കദളി സ്തംഭവത്, വാഴയുടെ ഉണ്ണിക്കാമ്പ് പോലെ അത് സാരശൂന്യമാണ് എന്ന് ആചാര്യന്മാർ ഉദ്ബോധിപ്പിക്കുന്നു.